കോൺഗ്രസിലെ ഇപ്പോൾ ഒരു കൂട്ടം ജനകീയ നേതാക്കളുണ്ട്, പ്രത്യേകിച്ച് യുവാക്കൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്, ഒരു മുഖമാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹം പാലക്കാട് മത്സരിക്കുന്നു. അവിടെ തുടർച്ചയായി 3 തവണ വിജയിക്കുകയായിരുന്നു. അവിടെ നിന്ന് BJP-യുമായി നേരിട്ടുള്ള മത്സരം, പ്രത്യേകിച്ച് മെട്രോമാനുമായുള്ള മത്സരം, അദ്ദേഹം അറിയാമല്ലോ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായ മെട്രോമാനെ പരാജയപ്പെടുത്തി പോലും അവിടെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലെത്തി ടീച്ചറമ്മ എന്നറിയപ്പെടുന്ന ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തിക്കൊണ്ടും വലിയ ഭൂരിപക്ഷം, അത് 1 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഷാഫി പറമ്പിൽ ഇപ്പോൾ കൂടുതൽ കരുത്തനായിരിക്കുകയാണ്. പ്രത്യേകിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ താൻ ആവശ്യപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണ്. ആ സ്ഥാനാർത്ഥി 2021 ഭൂരിപക്ഷത്തേക്കാൾ ഇരട്ടിയിലധികം വോട്ട് വാങ്ങി വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ പാർട്ടിയിൽ കൂടുതൽ കരുത്തനായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഷാഫി പറമ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണമെന്ന ചർച്ചയും നിലവിൽ ഉയർന്നു വരികയാണ്. എന്തായാലും 2 വർഷത്തിനുള്ളിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നല്ലോ. ആ പശ്ചാത്തലത്തിൽ ഷാഫി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മാറുമോ? ഷാഫി ഇപ്പോൾ ഈ 2026 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായില്ലെങ്കിലും ഭാവിയിൽ അതിനുശേഷം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ മാറും. കാരണം പാലക്കാട് ശ്രീജിത്ത് പറഞ്ഞ പോലെ 3 തവണ വിജയിച്ചിരിക്കുന്നു. ഷാഫി വിജയിച്ച മണ്ഡലമാണ്. പിന്നീട് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കിയതും ഷാഫിയുടെ നിർബന്ധത്താലാണ്, അല്ലെങ്കിൽ ഷാഫി താല്പര്യപ്പെട്ടിട്ടാണ്. അപ്പോൾ ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിൽ മറ്റാരേക്കാൾ കൂടുതലും ഉള്ളത് ഷാഫി പറമ്പിലായിരുന്നു. ഷാഫി പറഞ്ഞ ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിന് എനിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിജയിപ്പിക്കും. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ഷാഫി പറമ്പിലിൻ്റെ തീർച്ചയായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിജയം അദ്ദേഹത്തെ സംബന്ധിച്ച് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ വേറൊരു തുടക്കമാണെങ്കിലും ഷാഫി പറമ്പിലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇത് ഈ രാഷ്ട്രീയ ജീവിതത്തിലെ വഴിത്തിരിവ് എന്ന് പറയുന്നത് ഈ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചാണ്. ഇതോടുകൂടി കോൺഗ്രസിൽ ഷാഫി പറമ്പിൽ വേറൊരു തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉയർന്നിരിക്കുന്നു. കോൺഗ്രസിനെ നമ്മളിപ്പോൾ എടുത്തു നോക്കിയാൽ അറിയാം, ഒട്ടേറെ യുവ നേതാക്കളുണ്ട്. ഇപ്പം ഷാഫി പറമ്പിൽ, VT ബൽറാം, അതുപോലെ തന്നെ PC വിഷ്ണുനാഥ്, ഇങ്ങനെ ഹൈബി ഈഡൻ, അങ്ങനെ ഇവരെല്ലാം ഒരു ടീമാണ്. ഒരു പുതിയ നേതൃനിര വരുന്നു. പണ്ട് ഈ ഉമ്മൻചാണ്ടി, AK ആൻ്റണി, വയലാർ രവി ഇങ്ങനെ പറയുന്ന ഒരു നേതൃനിരയുണ്ടായിരുന്നു. അതൊക്കെ ചെറുപ്പക്കാരായിട്ട് വന്ന ആളുകളാണ്. KSUവിലൂടെ അവർ കടന്നു വരുന്നു. KSU ഒന്ന് വളരെ ശക്തമാണ്. KSUവിൻ്റെ ഒരെണ്ണ സമരം എന്ന് പറയുന്ന സമരത്തിലൂടെയൊക്കെയാണ് ഇവരെല്ലാം കടന്നു വരുന്നു. ഇവർ തമ്മിൽ വലിയ സൗഹൃദം ഉണ്ടാകുന്നു. ഇവർ അവിടെ നിന്ന് ഇപ്പോൾ KSUവിൽ നിൽക്കുമ്പോഴാണ്, എനിക്കൊന്ന് KSUവിൻ്റെ പ്രസിഡൻറ്റോ മറ്റോ ആയിരിക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ മത്സരിക്കാൻ പോകുന്നത്. അന്നത്തെ KPCC പ്രസിഡൻറ്റ് ഉമ്മൻചാണ്ടിക്ക് സീറ്റ് കൊടുക്കുമ്പോൾ പറഞ്ഞത് പുതുപ്പള്ളി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ മണ്ഡലമല്ല, അവിടെ LDFിൻ്റെയും അതോടൊപ്പം കേരള കോൺഗ്രസിൻ്റെയൊക്കെ ഒരു ഭൂമികയാണ്. അപ്പോൾ അവിടെ ആണ് അദ്ദേഹം മത്സരിക്കാൻ പോകുന്നത്. 3ാം സ്ഥാനം കിട്ടിയാൽ തന്നെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ടാണ് സീറ്റ് കൊടുക്കുന്നത്. പക്ഷേ ഉമ്മൻചാണ്ടി അവിടെ ജയിച്ചിട്ട് അദ്ദേഹം ആ മണ്ഡലം തുടർച്ചയായി നിലനിർത്തി. പിന്നീട് നമ്മൾ കാണുന്ന ഉമ്മൻചാണ്ടി കേരളത്തിലെ ഏറ്റവും ജനകീയനായ ഒരു നേതാവായി മാറുന്നതാണ്. അതുപോലെ തന്നെയാണ് അന്ന് വന്ന AK ആൻ്റണി ഏറ്റവും ചെറിയ പ്രായത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയി. 36ാമത്തെ വയസ്സിലോ 37ാമത്തെ വയസ്സിലോ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നു. KSUവിലൂടെ കടന്നു വന്ന നേതാക്കന്മാരാണ് ഇവരെല്ലാം. അതുപോലെ തന്നെ വയലാർ രവിയും കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവായി മാറുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഷാഫി പറമ്പിലും, അതുപോലെ പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ അതുപോലെ K കരുണാകരനൊരു പ്രത്യേകതയുണ്ട്. K കരുണാകരനൊപ്പം നിൽക്കുന്ന എല്ലാ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു പേരുണ്ടായിരുന്നു, ആശ്രിത വത്സലൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. K കരുണാകരനോളം കൂടെ നിൽക്കുന്ന ആളുകളെ സംരക്ഷിച്ചിട്ടുള്ള മറ്റൊരു നേതാവ് ഏത് പാർട്ടിയിലും ഇല്ല. കോൺഗ്രസിലും ഇല്ല, CPM-ലും ഇല്ല, BJP-യിലും ഇല്ല. കൂടെ നിൽക്കുന്ന ആളുകളെ എന്ത് വില കൊടുത്തും അദ്ദേഹം സംരക്ഷിക്കുമായിരുന്നു, ഒപ്പം നിർത്തുമായിരുന്നു. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ കരുണാകരൻ്റെ വാശി കൊണ്ട് മാറ്റി, അത് ഹൈക്കമാൻഡ് അസംബ്ലി ഇലക്ഷൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. പക്ഷെ കരുണാകരൻ ആ സ്ഥാനാർത്ഥികളെ പറ്റില്ല എന്ന് പറഞ്ഞു, അവരെ മാറ്റണമെന്ന് പറഞ്ഞു. മാറ്റിയിട്ട് അദ്ദേഹം സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നു. ആ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി കൂടി K കരുണാകരൻ എന്ന് പറയുന്ന നേതാവിനുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ആ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കുന്നു. അതുപോലെയാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ ആളുകൾ, കോൺഗ്രസ്സുകാർ കാണുന്നത് അത്തരത്തിൽ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനും അണികളെ കൂടെ നിർത്താനും ഒരു ക്രൗഡ് പുള്ളറായിട്ടുള്ളൊരു നേതാവ് എന്നുള്ള നിലയിൽ മാറാനും ഒക്കെ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. പാലക്കാട് നിന്ന് അദ്ദേഹം വടകരയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞത്
എൻ്റെ പിൻഗാമിയായി രാഹുൽ മാങ്കൂട്ടത്തിലാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് എനിക്ക് താല്പര്യം എന്ന് ഷാഫി പറമ്പിൽ പറയുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് കോൺഗ്രസ്സിൽ അങ്ങനെ ഇപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞതുകൊണ്ട് അതൊക്കെ തലയെടുപ്പുള്ള നേതാക്കന്മാർക്ക് അങ്ങനെ തന്നെ പറഞ്ഞാൽ തന്നെ അന്നത്തെ കാലത്ത് ഒരാൾ പറഞ്ഞിട്ട് പോയെന്ന് വിചാരിച്ച് അവിടെ വെട്ടാൻ സംവിധാനമുള്ള കാലമാണ്. അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ ഷാഫി പറമ്പിൽ പക്ഷേ ആ ഉദ്ദേശിച്ച ആളെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. അതാണ് ഞാൻ പറഞ്ഞത്, ഭാവിയിലേക്കുള്ള ഒരു നേർനിരയിൽ മുഖ്യമന്ത്രി, കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള തരത്തിൽ അവതരിപ്പിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ ആകാൻ പറ്റുന്ന ഒരു നേതാവാണ് ഈ യുവനിരയിൽ ഏറ്റവും മികച്ച ഒരു സംഘാടകൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 3 തവണ മത്സരിച്ച ആളാണ്. 3 തവണ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അനുഭവ സമ്പത്തുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്ത് എങ്ങനെ ഓരോ പ്രതിസന്ധിയും മറികടക്കണം എന്ന് കൃത്യമായി അറിയാം. തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും ഓരോ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതിനെല്ലാം മറികടന്നാണ് നമ്മൾ അദ്ദേഹത്തിന്റെ അവസാന 2 തെരഞ്ഞെടുപ്പുകളും ആയിരിക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞത്. പ്രത്യേകിച്ച് മെട്രോമാനുമായുള്ള മത്സരം വളരെ കടുത്തതായിരുന്നു. പിന്നീട് വടകര പൊതുവെ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളാണല്ലോ. ആ ശക്തി കേന്ദ്രത്തിലാണ് അതും കെ മുരളീധരനെ മാറ്റിയിട്ട് ഒരു പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് ഈ ഷാഫി പറമ്പിൽ ആ മണ്ഡലത്തിലേക്ക് കടന്നു പോവുകയും ചെറിയ വോട്ടിനൊന്നുമില്ല, ചില സർവേകളെല്ലാം വന്നത് ഈ 10,000-20,000 വോട്ടിന് ടൈറ്റ് മത്സരം നടക്കുന്നു. ചിലരൊന്നും പ്രവചിച്ചുമില്ല, കാരണം ഇഞ്ചോടിഞ്ച് മത്സരം. അതിനാൽ തന്നെ 1% അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമെന്നായിരുന്നു ചില എക്സിറ്റ് പോളുകൾ ഉൾപ്പെടെ പ്രവചനം നടത്തിയിരുന്നത്. പക്ഷെ അതിനെല്ലാം പൂർണ്ണമായി മാറുന്ന രീതിയിലായിരുന്നു അവസാനം 1 ലക്ഷത്തിലധികം 1.5 ലക്ഷത്തോടെ വിജയിച്ച് കയറുന്നു. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള തന്ത്രം അതൊരു രാഷ്ട്രീയ നേതാവിന് വേണ്ടതാണ്. ഈ മുൻനിരയിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ലീഡേഴ്സ് എന്നൊക്കെ പറയുന്നവർ എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ ജയിപ്പിച്ചെടുക്കാൻ പറ്റും. ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, അപ്പോൾ ആ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ തന്നെ അയാളെ ജയിപ്പിക്കാനുള്ള തന്ത്രം കൂടി, അതാണ് കരുണാകരനെ പോലുള്ള ആളുകൾക്കുണ്ടായിരുന്നത്. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ മാറ്റിയിട്ട് താൻ നിർദ്ദേശിക്കുന്ന ആളുകളെ നിർത്തണം, ആ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കുകയും കൂടെ ചെയ്യുകയാണ്. കോൺഗ്രസ്സിലാണ്. കോൺഗ്രസ് അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്രയും ആത്മവിശ്വാസം കെ കരുണാകരനെ പോലെ ഒരു നേതാവിനുണ്ടെങ്കിൽ അത്രയും ആർജവമുള്ള ഉന്നതനായ ഒരു നേതാവാണ്. അപ്പോൾ ആ ഗണത്തിലേക്ക് അദ്ദേഹം വരികയാണ്. ഇപ്പോൾ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയുകയും മത്സരിപ്പിക്കണമെന്ന് പറയുകയും പാലക്കാട് ചില ആളുകളൊക്കെ അതിന് എതിർപ്പ് ഉന്നയിച്ചെങ്കിലും ഷാഫി പറഞ്ഞത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കേട്ടത്. ഷാഫിയുടെ വാക്ക് തന്നെ കേട്ടു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 1 മണിക്കൂറിൽ കോൺഗ്രസിൽ, എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊക്കെ ആയിരിക്കും, സാധാരണഗതിയിൽ നോമിനേഷൻ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അപ്പോഴും സ്ഥാനാർത്ഥി ആരാണെന്നുള്ള ചർച്ച കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കും. അതിൻ്റെ അവസാന മണിക്കൂറുകളിലാണ് സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ച് അവർ ഈ നോമിനേഷൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 1 മണിക്കൂറിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുകയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴാണ് സരിൻ, IT സെല്ലിൻ്റെ മേധാവിയായി ചുമതലയുണ്ടായിരുന്ന സരിൻ കോൺഗ്രസ് വിട്ട് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകുന്നു. അതുപോലെ തന്നെ അവിടെ തന്നെ കോൺഗ്രസ് നേതാവായ ഷാനിബ്, അതുപോലെ തന്നെ DC സെക്രട്ടറി ഷിഹാബുദ്ദീൻ, ഇവരൊക്കെ ഇതിനെതിരെ പ്രതികരിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താ, അവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നു, കോൺഗ്രസിനുള്ളിൽ എന്തോ സംഭവം ഉണ്ടാകാൻ പോകുന്നു എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. പക്ഷേ അതൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല എന്ന് ഷാഫി പറമ്പിൽ മുൻനിരയിൽ നിന്ന് ആ ഇലക്ഷനെ നയിച്ചുകൊണ്ട് തൻ്റെ നേതൃശേഷി മുഴുവൻ ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, അതായത് പാലക്കാട് ജയിക്കേണ്ടത്, അപ്പോൾ അവിടെയും ഉമ്മൻചാണ്ടിയും നല്ല അടുപ്പമുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി വളർത്തിക്കൊണ്ടുവന്ന ആളുകളാണ് BC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഒക്കെ. അപ്പോൾ തൻ്റെ നേതൃമികവ് മുഴുവൻ അദ്ദേഹം ഈ പാലക്കാട് ബൈ ഇലക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഭാവിയിൽ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ഈ യുവനിരയിൽ നിന്ന് നമുക്ക് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരാകും എന്ന് ചോദിച്ചാൽ അത് ഷാഫി പറമ്പിലാണ് എന്നുള്ള കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി സംശയലേശമന്യേ നമുക്ക് പറയാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.